ക്രിസ്തുവേശുവിൽ എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം. നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിനായി ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം വായിക്കുന്നു. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവീൻ, ഞാൻ പിന്നെയും പറയുന്നു, സന്തോഷിക്കുവീൻ. പ്രിയമുള്ളവരെ, സന്തോഷത്തിനു വേണ്ടി മനുഷ്യൻ പരക്കം പായുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. സന്തോഷത്തിനായി ചിലർ മദ്യത്തെ അഭയം തേടുന്നു. യുവതലമുറ മയക്കുമരുന്നിനെയും മദിരാക്ഷിയെയും പുൽകുന്നു. ഇവയൊക്കെയും നൽകുന്ന ക്ഷണിക സുഖങ്ങളും സന്തോഷങ്ങളും ആരോഗ്യത്തെ മാത്രമല്ല, കുടുംബജീവിതത്തെ പോലും ഛിന്നഭിന്നമാക്കി കളയുന്നു. ഫിലിപ്പ്യ സഭയിലെ വിശ്വാസികളെ ആഹ്വാനം ചെയ്യുന്ന പൗലോസിന്റെ ഈ വാക്കുകൾ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിലും ശ്രദ്ധേയമാണ്. കർത്താവിന്റെ വിളികേട്ട് ഇറങ്ങിത്തിരിച്ച് നിർദ്ദയ മർദ്ദനങ്ങളും മാനസിക പീഡനങ്ങളും കരയിലെയും കടലിലെയും ഭീകരമായ ദുരന്തങ്ങളും കൂട്ടുവിശ്വാസികളുടെ കാലുവാരലുകളുമെല്ലാം അനുഭവിച്ച പൗലോസ് ഉദ്ബോധിപ്പിക്കുന്നത് കർത്താവിലെപ്പോഴും സന്തോഷിക്കുവാനാണ്. ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിൽ അധികൃതരുടെ മർദ്ദനം കൊണ്ട് മുറിവേറ്റ ശരീരവുമായി കാലുകൾ ആമത്തിലും കൈകൾ ഇരുവശത്തേക്കും ചങ്ങലകളാൽ വലിച്ചു നീട്ടി ബന്ധിക്കപ്പെട്ട അവസ്ഥയിലുമായ അപ്പോസ്തലൻ അതിവേദനയുടെ നടുവിലും അർദ്ധരാത്രിയിൽ പാടി സ്തുതിച്ച് കർത്താവിൽ സന്തോഷിക്കുകയാണ്. കർത്താവിലുള്ള അചഞ്ചലമായ വിശ്വാസവും പ്രത്യാശയുമാണ് കഷ്ടങ്ങളുടെയും ദുഃഖങ്ങളുടെയും നടുവിൽ കർത്താവിൽ ആനന്ദിക്കുവാൻ പൗലോസിനെ സഹായിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിനു വേണ്ടി സഹിക്കുന്ന ബലഹീനതകൾ, അപമാനങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പീഡനങ്ങൾ, പ്രയാസങ്ങൾ എന്നിവയിൽ അതിയായി സന്തോഷിക്കുന്നു എന്നാണ് പൗലോസ് പ്രഖ്യാപിക്കുന്നത്. 2 കൊരിന്ത്യർ 12:10. അതിസന്തോഷത്തോടെ പൗലോസ് ബലഹീനതകൾ കയ്യേൽക്കുമ്പോൾ ക്രിസ്തുവിന്റെ ശക്തി അവനിൽ ആവസിക്കുന്നു. അതുകൊണ്ട് കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവാൻ പൗലോസിന് കഴിയുന്നു. ദൈവത്തിന്റെ പൈതലെ, കഷ്ടങ്ങളുടെയും കണ്ണുനീരിന്റെയും വേദനയുടെയും നടുവിലും കർത്താവിൽ സന്തോഷിക്കുവാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നിന്റെ കഷ്ടത്തിന്റെ കയത്തിലും നഷ്ടത്തിന്റെ കടലിലും കർത്താവിൽ സന്തോഷിക്കുവാൻ കഴിയണമെങ്കിൽ കർത്താവിൽ നീ സമ്പൂർണമായി നിന്നെ സമർപ്പിക്കണം. യേശുവിനായി ജീവിക്കുമ്പോൾ അവൻ നിന്റെ സകല വഴികളിലും നിന്നെ പുലർത്തുമെന്ന് നീ മനസ്സിലാക്കുമോ? സന്തോഷിക്കാം, സന്തോഷിക്കാം, കർത്താവിൽ സന്തോഷിക്കാം, അവൻ കരുണയിൽ സന്തോഷിക്കാം, അവൻ കൃപകളിൽ സന്തോഷിക്കാം, അവൻ കരുണയിൽ സന്തോഷിക്കാം, അവൻ കൃപകളിൽ സന്തോഷിക്കാം. സന്തോഷിക്കാം, സന്തോഷിക്കാം, കർത്താവിൽ സന്തോഷിക്കാം, അവൻ കരുണയിൽ സന്തോഷിക്കാം, അവൻ കൃപകളിൽ സന്തോഷിക്കാം, അവൻ കരുണയിൽ സന്തോഷിക്കാം, അവൻ കൃപകളിൽ സന്തോഷിക്കാം.